അമ്മ അമ്മ ആർക്കാ വോട്ട് ചെയ്യാൻ പോകുന്ന? അമ്മയോ? അമ്മ ആർക്കാ വോട്ട് ചെയ്യണമെന്ന് പറയില്ല. എന്തോ അങ്ങനെ പറയാൻ പറ്റില്ല, സീക്രട്ടാണ്, സീക്രട്ട്. അല്ല അമ്മേ, അമ്മ ഇപ്പൊ പറഞ്ഞ ഞാൻ എന്തായാലും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് 18 വയസ്സൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. 18 വയസ്സാവണം വോട്ട് ചെയ്യാനായിട്ട്. അതാര് പറഞ്ഞു തന്നു? അതൊക്കെ അറിയായിരുന്നോ? അമ്മ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കേട്ടതാ. ആണോ? എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും ആർക്ക് വോട്ട് ചെയ്യണമെന്ന്, അല്ലേ? നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളൊരു തീരുമാനമാണ്. അപ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു വോട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് ഞാനിപ്പോൾ ആരവിനോട് പറഞ്ഞു. ആരവിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ആരവ് വലുതാകുമ്പോൾ ആരവിന് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മളെ ഭരിക്കേണ്ട ആളുകളാണ്, അപ്പോൾ അവരെങ്ങനെയുള്ളവരായിരിക്കണം. അപ്പോൾ ആരവിന് ഒരു ഐഡിയോളജിക്ക് ഉണ്ടാവുമല്ലോ, അതനുസരിച്ചിട്ട് വോട്ട് ചെയ്താൽ മതി. ഓക്കെ? അമ്മയ്ക്ക് എനിക്ക് 18 വയസ്സായിട്ടില്ല. അതൊക്കെ 18 വയസ്സൊക്കെ കഴിഞ്ഞല്ലേ. അപ്പം ഞാൻ 18 വയസ്സാകുമ്പോഴല്ലേ വോട്ട് ചെയ്യുന്നത്? അതെ, 18 വയസ്സാകുമ്പോഴാണ് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു തരാൻ പറ്റില്ല. 18 വയസ്സാകുമ്പോഴാണ് വോട്ട് ചെയ്യാൻ പാടുള്ളൂ. അതാണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി, പ്രായപൂർത്തി വോട്ടവകാശം, അല്ലേ? ആർട്ടിക്കിൾ 326 മറക്കണ്ട. യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസിയുടെ ആർട്ടിക്കിൾ 326 പ്രായപൂർത്തി, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, ആർട്ടിക്കിൾ 326. ഓക്കെ? ഓക്കെ, എന്നാലേ എൻ്റെ സ്റ്റുഡൻസിന് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പോൾ ആരോ വോട്ട് ചെയ്യണത് എങ്ങനെയാണ്? എനിക്ക് ഏതാണോ നന്നായിട്ട് ഇങ്ങനെ ഭരിക്കുന്നവര് അവരെയാണ് വോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ അത് തന്നെ ചെയ്യണം. അത് തന്നെ ചെയ്യും. അവർക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാകും, അല്ലേ? അതനുസരിച്ചിട്ട് ആരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറഞ്ഞാലും എല്ലാവരുടെ ഉള്ളിലും അവർക്ക് ശരിയെന്ന് തോന്നുന്ന ഒരാളുണ്ട്. ആ ആൾക്ക് അവർ വോട്ട് ചെയ്യും. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ എല്ലാവരും അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുക എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോഴേ ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ? അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനാണ് നാളെ നടക്കാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ്റെ ചുമതല മേൽനോട്ടമൊക്കെ ആർക്കാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 ആർട്ടിക്കിൾ ഓർത്ത് വെച്ചുകൊണ്ട്, ആർട്ടിക്കിൾ 243K ആൻഡ് ആർട്ടിക്കിൾ 243ZA. ഓക്കെ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമ്മുടെ നിയമസഭ, രാജ്യസഭ, ലോകസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഈ ഇലക്ഷൻ്റെ ഒക്കെ മേൽനോട്ടം എഴുതാം. അപ്പോൾ മാറിപ്പോയത്, നിയമസഭ ഇലക്ഷൻ്റെ മേൽനോട്ടവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ്റെ മേൽനോട്ടാണ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ആർട്ടിക്കിൾ 243 243K ആൻഡ് ZA ആണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പഞ്ചായത്ത് ഇലക്ഷൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 വർഷത്തേക്കാണ് കാലാവധി വരുന്നത്. 21 വയസ്സാണ് മത്സരിക്കാനുള്ള മിനിമം പ്രായം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതി പിരിച്ചുവിടാനൊരു സാഹചര്യം ഉണ്ടായി, പിരിച്ചുവിട്ടുവെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എത്ര മാസത്തിനുള്ളിൽ പുതിയ ഇലക്ഷൻ നടത്തി പുതിയ ഭരണസമിതി അധികാരത്തിൽ വരണം? കൃത്യമായിട്ടൊരു കണ്ടീഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. നിലവിലുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതി പിരിച്ചുവിട്ടാൽ എത്ര നാൾക്കുള്ളിൽ പുതുതായിട്ട് ഇലക്ഷൻ നടത്തി അടുത്ത ഭരണസമിതി അധികാരത്തിൽ വരണമെന്നുള്ളത്. ഒരു കാര്യമുണ്ട്, അങ്ങനെ പുതിയൊരു ഭരണസമിതി വന്നു എന്ന് ഇരിക്കട്ടെ, അവർക്ക് പിന്നെ അടുത്ത 5 വർഷം വീണ്ടും ഭരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിലവിലുള്ള ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്ന ഒരു 5 വർഷത്തേക്കാണ് അധികാരം കിട്ടിയെന്ന് കരുതുക. ഈ 5 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും അവർ പിരിച്ചുവിട്ടു, പുതിയ ഇലക്ഷൻ നടത്തി പുതിയൊരു ഭരണസമിതി വന്നു എന്ന് കരുതുക. അവർക്ക് ആ 5 വർഷത്തിൽ ബാലൻസ് ഉള്ള ടൈം മാത്രമാണ് പിന്നെ അധികാരത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ചോദ്യം ഇതാണ്, എത്ര നാൾക്കുള്ളിൽ പുതിയ ഇലക്ഷൻ നടത്തണം ഒരു പഞ്ചായത്ത് സമിതി, ഒരു ഭരണസമിതി പിരിച്ചു വിട്ടാൽ? ആൻസർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വിഷയങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്കിതൊക്കെ പഠിക്കാനുണ്ട് സിലബസിൽ. ഓക്കെ, അപ്പോൾ PSC എക്സാം ഗൈഡ് ബുധനാഴ്ച നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് തുടങ്ങി ഡിഗ്രി ലെവൽ എക്സാംസിനായിട്ട് പുതിയ ഓൺലൈൻ കോച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ PSC എക്സാം ഗൈഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ അഡ്മിഷൻ എത്രയും പെട്ടെന്ന് ഉറപ്പാക്കുക. വെനസ്ഡേ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ മറക്കല്ലേ.